കണ്ണ ഗുഡ് ഈവനിങ്. കണ്ണന് ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? അറിയത്തില്ല. കണ്ണൻ ഒരു പുഴയുടെ കരയിലാണ് നിൽക്കുന്നത്. ഇത് അച്ചൻകോവിലാറിൽ നിന്ന് ആരംഭിച്ച് പമ്പയാറിലും വീണ്ടും അച്ചൻകോവിലാറിലും എത്തിച്ചേരുന്ന ഉത്തരപ്പിള്ളിയാർ എന്ന് പറഞ്ഞ പുഴയാണിത്. ഇത് കണ്ണൻ്റെയൊക്കെ പ്രായം എനിക്കുണ്ടായിരുന്ന സമയത്ത് ഇവിടെ മൊത്തം മത്സ്യസമൃദ്ധമായിരുന്നു. ഇവിടെ മൊത്തം തുണി നനയ്ക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് നീലം മുക്കിയിട്ട് ഈ കരക്കിടുകയും ചെയ്യുമായിരുന്നു. അപ്പം നമുക്കിതൊക്കെ തിരിച്ചെടുക്കണ്ടായോ കണ്ണ? തിരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അതില്ലേ? ഇല്ലേ? ആണ്. അപ്പം നമുക്കിത് തിരിച്ചെടുക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു റൂട്ട്, കാരണം പൂർവ്വസ്ഥിതിയിൽ തിരിച്ചെടുക്കണമെന്ന് എല്ലാവരും ഒരു വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കുറേ കാലതാമസം നേരിടും. അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് തിരിച്ചെടുക്കാനുള്ള റൂട്ട് എളുപ്പം, ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിപ്പാനായിട്ടുള്ള റൂട്ട് നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ ഉത്തരപ്പിള്ളിയാറിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴിവാക്കുന്നത് സംബന്ധമായിട്ട് ഒരു പഠനയാത്ര നടത്തുകയാണ്. ആ പഠനയാത്രയുടെ ഭാഗമായിട്ട് ആദ്യം കണ്ണനുമായിട്ട് നമ്മൾ സംസാരിച്ചു. കണ്ണൻ്റെ അമ്മ രഞ്ജിനി, നമുക്ക് തുടർന്ന് നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജിനിയാണ്. രഞ്ജിനി, ഇതുവഴിയാണ് ഉത്തരപ്പിള്ളിയാറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എത്രയും പെട്ടെന്ന് ഒഴുക്കി മാറ്റാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങളൊക്കെ ഒന്ന് പഠനം നടത്തിയപ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ കാണുന്ന കാഴ്ചകൾ മൊത്തം ദുർവ്യയത്തിൻ്റെ കാഴ്ചകളാണ്. ഈ കാണുന്നത് ഒരു മോട്ടോർ വരെയാണ്. ഒരു ദിവസം പോലും അത് വർക്ക് ചെയ്തിട്ടില്ല. മോട്ടറും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ സർക്കാരിൻ്റെ ഫണ്ടുകളെല്ലാം ദുർവിനിയോഗം ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്. രഞ്ജിനിയുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? നെരണമാണ്. എത്ര വർഷമായി ആലായി വന്നിട്ട്? 14 വർഷം. ഈ നെരണവും ഈ വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അല്ലേ? അവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥയും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തിക്ക്. ഞങ്ങൾക്ക് നല്ല നീരൊഴുക്കുള്ള പ്രദേശമാണ്. വെള്ളം പോയി കഴിഞ്ഞാൽ കെട്ടിക്കിടക്കത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് കൊണ്ട് നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്മെല്ലാണ്. വെള്ളം ഒഴുകി പോകത്തില്ല, കെട്ടിക്കിടക്കുക വെള്ളം. രഞ്ജിനിയുടെ സമീപത്ത് ഉത്തരപ്പിള്ളിയാറിന്റെ ബ്രാഞ്ച് വല്ലതും ഉണ്ടോ? ഉണ്ട്. തോട് പോകുന്നുണ്ട്. അതിനകത്തൂടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് അത് നമ്മുടെ പറമ്പിലോട്ട് ഇടിച്ചു കയറുക, അല്ലാതെ ഒഴുക്കവേ ഇല്ല, ഒരനക്കവും ഇല്ല അതിനകത്ത്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ദുർഗന്ധവുമാണ്. എന്തെങ്കിലും ജീവികളെ വല്ല അവിടെ കാണാനുണ്ടോ? പിന്നെ എല്ലാ ജീവികളും ഉണ്ട്. കീരി, പാമ്പ്, സകലമാന ജീവികളും ഉണ്ട്. അത്യാവശ്യം നല്ല ജീവികളൊന്നുമില്ല. തവളയൊന്നുമില്ല ഉണ്ടോ? അതിനെ കാണാനേ ഇല്ല. അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെയുള്ള ഒന്നുമില്ല. മത്സ്യങ്ങളും ഇല്ല. ഇല്ല. എൻ്റെ രഞ്ജിനി, ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ഇതിൻ്റെ ദയനീയ അവസ്ഥ ഒന്ന് കാണട്ടെ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത്. കോളിഫോം ബാക്ടീരിയ ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 മില്ലി വെള്ളത്തിൽ തീർച്ചയായിട്ടും 4200 ആയിരിക്കത്തില്ല, 10,000 ആയിരിക്കും. ഒരു ജീവി പോലും ഇതിനകത്തില്ല. ഇത് തിരിച്ചെടുത്താൽ മാത്രം പോരാ, ഇതിന് തുടർച്ചയായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഫോളോ അപ്പ് ഉണ്ടാകണം. ജനങ്ങളും കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായിട്ട് മാറണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണം. കണ്ടില്ലേ, ഇവിടെ തന്നെ കണ്ടോ ഈ എന്തെല്ലാമാണ് ഈ പുഴയുടെ അടി കിടക്കുന്നതെന്ന് കണ്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇതിൻ്റെ മേളിൽ ഇരുന്നിരുന്ന് ഇപ്പോൾ താഴെ കിടപ്പുണ്ട്. ഇത് ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ച് കളഞ്ഞതായിരിക്കും. കാരണം അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് കണ്ടില്ലേ, കാരണം വണ്ടി വന്ന് ഇടിച്ചായിരിക്കും പറയാൻ കാരണം ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. തണ്ട് ആ പണ്ട് ട്രാൻസ്ഫോമർ ഇരുന്നതിന് താഴെ അതിൻ്റെ ബാരിക്കേഡ് പോലെ വെച്ചിരിക്കുന്ന സാധനം കണ്ടോ, അത് ഇടിച്ച് വളച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ, ഏതോ വണ്ടി എന്ന് ഇടിച്ചതാണ്. ഒരു തരത്തിലും സുരക്ഷിതമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. നാളത്തെ പൗരന്മാരാണ്. ഞാനൊക്കെ പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ്. ഈ സ്കൂളിലെ കുട്ടികൾ വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. ഞാനൊക്കെ ഈ സ്കൂളിൽ നിന്ന് അർത്ഥമറിഞ്ഞ് പഠിച്ചതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഒരു പുഴ നശിക്കുന്നത് വരെ അവർ നിശബ്ദമായിട്ടിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. പല രോഗങ്ങൾ ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും നിശബ്ദരാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ, ഈ ആല സ്കൂളിലെ കുട്ടികളും അവരുടെ അധ്യാപകരും എല്ലാം കൂടെ ചേർന്ന്, സ്കൂളിലെ ടീമുകളെല്ലാം കൂടെ ചേർന്ന് ഈ പുഴ സംബന്ധമായിട്ടൊരു പഠനം നടത്തിയിരിക്കുന്നു. പഠനം നടത്തിയിട്ട് വളരെ മാരകമായിട്ടുള്ള അവസ്ഥയാണെന്നാണ് അവരും കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടികൾ ബോധവൽക്കരണമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടി കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. തങ്കച്ചായ കണ്ടില്ലേ, തങ്കച്ചാൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എന്നോടൊരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്ര വരാൽ അധികം ഉണ്ടെങ്കിലും തങ്കച്ചാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ തങ്കച്ചാൻ എടുത്തോളും, എന്നിട്ട് ചരുവം തുറക്കുമ്പോൾ ചരുവത്തിൽ നിറച്ച് വരാലായിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് എങ്ങനെ ഒരു ക്രേസ് ഉണ്ടാകാൻ കാരണം? ഒന്നും കൂട്ടാൻ കൊള്ളത്തില്ല. എല്ലാം രോഗങ്ങൾ പിടിച്ച് എല്ലാ കടൽ മീൻ കൊള്ളത്തില്ല, ആറ്റുമീൻ കൊള്ളത്തില്ല,
വെള്ളം കെട്ടിക്കിടന്ന് നാറി നശിച്ച് ഒരു കാരണത്തിലും കഴിക്കാൻ ഒക്കത്തില്ല. ചാലിലെ മീനൊക്കെ കിട്ടിയെങ്കിലേ ഞാൻ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ മേടിച്ചങ്ങ് സ്റ്റോക്ക് ചെയ്യുന്നത്? അല്ല, കിട്ടുന്നത് വാങ്ങിച്ചു, വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ മൊത്തം വാങ്ങിക്കും, മേടിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ അറിഞ്ഞത്. അപ്പം തങ്കച്ചാൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ കാലത്തിലേക്ക് ഓർക്കുമ്പോൾ ഇവിടെ മത്സ്യസമൃദ്ധമായിരുന്നോ നമ്മുടെ നാട്? ഭയങ്കരമായിട്ട് പറഞ്ഞു. ഭൂരിക്കണക്കിന് നിറച്ച് പഠിച്ചോണ്ട് അങ്ങനെ ഞാനും ഒപ്പനും കൂടെ കയറുന്നില്ല, പിള്ളേരും ഒപ്പനും കൂടെ ഇഷ്ടം പോലെ. ഇപ്പം തന്നെ നമുക്ക് ഇറങ്ങാനൊക്കത്തില്ല, നീന്താനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല, കഴുത്ത് കറുക ചെളിയും കൂടെ നിറഞ്ഞു കിടക്കും. അപ്പം നമുക്ക് ഇത് കണ്ടില്ലേ തങ്കച്ചാനൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യനുള്ള ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒന്നുമില്ല, ആമയിലെല്ലാം ഇല്ലാതായി. ഇല്ലില്ല, ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർന്നു. കാരണം ജീവനില്ല. വെള്ളം എന്ന് പറയുന്നത് ജീവനാണ്, ജലം എന്ന് പറയുന്നത് ജീവനാണ്. ഇതിനകത്ത് ജീവനില്ലാത്ത ഒരവസ്ഥയായി. കാരണം ഇതിന്റെ അയലോക്കത്തൊക്കെ താമസിക്കുന്നവര് ഇങ്ങനെ പോകുന്ന കണ്ണമ്പള്ളി വഴി നമുക്ക് ഈ അങ്ങനെ അങ്ങനെയും പോകാൻ പറ്റും, ഉദുംകുഴിയിലും കൊണ്ട് ചാടിച്ച് അങ്ങനെയും കൊണ്ട് വിടാൻ പറ്റും. എന്നാൽ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങളൊന്ന് പോകാം. ഓക്കെ. ശാന്തമ്മ ചേച്ചി ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും മാതൃകയാണ് ശാന്തമ്മ ചേച്ചി എന്ന് പറയുന്നത്. ശാന്തമ്മ ചേച്ചി, ഈ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്, ശാന്തമ്മ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു കാരണവശാലും ഞങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ അവർക്ക് പറ്റത്തില്ല, ഒരു കാരണവശാലും ഒക്കത്തില്ല. ചെങ്കല്ല് മാതിരി കിടക്കുക കിണറ്റിലെ വെള്ളം, ഫിൽറ്റർ വെച്ചിട്ട് പോലും ആ വെള്ളം തെളിയുന്നില്ല. കൊച്ചുങ്ങൾക്കൊക്കെ എങ്ങനെ അസുഖം ഉണ്ടാകുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് നല്ല വല്ലവർക്കും ഉണ്ട് അസുഖം ആ വെള്ളം കൊച്ചില്ലെന്നുടനെ. എനിക്ക് ശാന്തമ്മ ചേച്ചിയോട് പറയാനുള്ളത്, ശാന്തമ്മ ചേച്ചി ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ, അതിനടുത്ത് തോട്ടി വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടു. എനിക്ക് കഷ്ടം തോന്നി. കാരണം അതിനടുത്ത് ഒരു ലൈബ്രറി ഉണ്ട്. അക്ഷരം അഗ്നിയാണെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അക്ഷരം വായിച്ചിട്ട് അഗ്നിയൊന്നും ഉണ്ടാകുന്നില്ല. ശാന്തമ്മ ചേച്ചി ഇച്ചിരി ചരിത്രം കൂടെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്കൂളിന്റെ മുന്നിൽ കൂടി ഇങ്ങോട്ട് വരുന്ന തോടാണ്. ഈ തോട് വീണ്ടെടുക്കണമെന്നാണ് ഞങ്ങൾ കുറേ ആൾക്കാർ പറയുന്നത്. കാരണം ഇത് ഈസിയാണ്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന പുഴ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങ് ഒഴുകി മാറും. മറ്റേത് പൂർവ്വസ്ഥിതിയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എടുത്തോട്ട്. പക്ഷേ ഇപ്പോൾ അടിയന്തരമായിട്ട് ഈ നാട്ടിൽ എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം തന്നെ പല ആൾക്കാരും പറയുന്നത് ജീവിതം ദുസ്സഹമായെന്നാണ് പറയുന്നത്, വാടയാണെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സുന്ദര ഗണപതി എന്ന് പറഞ്ഞ ഒരു സബ് കളക്ടർ കോടുവളഞ്ഞി ചപ്പാത്തിന്റെ ഭാഗത്ത് വെള്ളത്തിൽ പെട്ടുപോയെന്നും എന്നിട്ട് അവിടെ വെച്ച് വെള്ളത്തിൽ ഒഴുകി വന്നുവെന്നും എന്നിട്ട് ഈ ചീപ്പെ വന്ന് തട്ടിക്കിടന്നെന്നും ഇവിടുന്ന് തള്ളി ആൾക്കാർ പുറകോട്ട് താഴോട്ട് വിട്ടെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഇത് ചരിത്രമൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. പണ്ട് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എന്തൊരു സുന്ദരമായിരുന്നറിയോ, അവിടെ നല്ലൊരു ചീപ്പുണ്ടായിരുന്നു. നമ്മുടെ പൂർവികര് എന്തൊരു ദീർഘവീക്ഷണത്തോടുകൂടിയായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നെങ്കിൽ ഇതുപോലെ സുന്ദരമായിട്ടുള്ളൊരു നാട് വേറെ എങ്ങും കാണത്തില്ലായിരുന്നു. പക്ഷേ എല്ലാം അതപ്പതിച്ച് തകർത്ത് തരിപ്പണമാക്കിയ കാഴ്ചകളാണ് ചുറ്റും കാണുന്നത്. എന്നിട്ട് ചുമ്മാത് വികസനം എന്ന് പറയുവാണ്. കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പിന്നെ എന്ത് വികസനമാണ്? ഒരു വികസനവും ഇല്ല. കാരണം പാവം പിടിച്ചവർ കഷ്ടപ്പെടുകയെന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഒരു കാര്യവുമില്ല. ഇപ്പം തന്നെ ആരോഗ്യരംഗത്തെ മികച്ചതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം ഇതിൻ്റെയൊക്കെ കരയ്ക്ക് താമസിക്കുന്നവനൊക്കെ അസുഖം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ജോസാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും പായൽ കയറിയിട്ടുണ്ട്. ജോസാർ അത് വേഗം അടുത്ത ട്രിപ്പ് ക്ലീൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ കൂടെ അതിനുശേഷമുള്ളത് ലത ചേച്ചിയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ രോഗങ്ങൾക്ക് അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ആശ്വാസകരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്ത ശേഷം വീട്ടിൽ ഇത്രയും നാൾ വളർത്തിയെടുത്ത കഴിവുകളൊക്കെ അന്യം നിന്ന് എന്താ പറയുന്നത്, അനാഥപ്രദങ്ങളെപ്പോലെ ജീവിക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഒരു മാതൃകയാണ് ലത ചേച്ചി. കണ്ടില്ലേ, ഇത് ഈ തോട്ടിക്കൂടാണ് ഉത്തരപ്പള്ളിയാറ് എങ്ങനെയെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴുക്കി മാറ്റണമെന്ന് ഞങ്ങൾ കുറേ ആൾക്കാരെ ആവശ്യപ്പെടുന്നത്. ആ കാണുന്ന ആഞ്ഞിലി നിൽക്കുന്ന തടിയുണ്ടല്ലോ, ആ തടിയുടെ ഭാഗത്തുനിന്ന് മൺസൂണിൻ്റെ ആരംഭ സമയത്ത് ഞങ്ങളൊക്കെ ദിവസം 30 കിലോ മീൻ വരെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചാട്ടം കെട്ടിയിട്ട്. അതിനുശേഷം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ദിവസം 1-2 കിലോ മീൻ കൈ നിലയെ നമുക്ക് പിടിക്കാൻ പറ്റും. എന്നിട്ട് തിലാമഴ തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളം തിരികെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പം ഈ കയറിപ്പോയ മീനൊക്കെ തിരിച്ചു വരും. അന്നേരം നമുക്കിങ്ങനെ ഒരു മാസത്തോളം നമുക്ക് മീനെ കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് NSSൻ്റെ കെട്ടിടമാണ്. ഈ കരയോഗത്തിൻ്റെ കെട്ടിടത്തിനകത്ത് ലളിതചേച്ചി ഇതിനകത്ത് മെമ്പറല്ലേ? ഇതിനകത്തൊരു അംഗൻവാടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അംഗൻവാടി ഉണ്ട്. പിന്നെ അതുപോലെ താൽക്കാലികമായിട്ട് ഇപ്പോൾ കൃഷി ഓഫീസും
അതുപോലെ ആയുർവേദ ആശുപത്രി ഒക്കെ ഇതിനകത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ പരിസരത്താണല്ലോ ഇത് പ്രവർത്തിക്കുന്നത് ഓർത്തിട്ട് നമുക്ക് നല്ല വിഷമമുണ്ട്. കാര്യം ഇതിൽ നിന്നും കിട്ടുന്ന ജലമാണ് അവർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ അവരാണ് നമ്മുടെ അടുത്ത തലമുറ, രാജ്യത്തിന്റെ ഭാവിയായിട്ടുള്ള കുട്ടികൾ ഇത് കണ്ടാണ് വളരുന്നത്. അതുപോലെ തന്നെ ഇതുങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങൾ, ജലത്തിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ നാട്ടിൽ നല്ലതായിട്ട് അനുഭവിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകാതെ കിടക്കുന്നത് കൊണ്ട് പിന്നെ ഇതിനകത്തിൽ കൂടുതൽ ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ പെടാത്തതിൽ കൂടുതൽ ധാതുക്കൾ ഇതിനകത്തിൽ അടങ്ങിയിട്ട് നമുക്ക് അങ്ങനെയുമുള്ള അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ ഭാഗം ഞാൻ നോക്കിയിട്ട് പായലിൻ്റെ ഒരു പ്രശ്നമായിട്ട് കുറച്ച് കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ മെയിൻ ഭാഗം മുഴുവൻ ചപ്പുചവറുകളും കോഴിയുടെ വേസ്റ്റും അതുപോലെ തന്നെ പിന്നെ വീട്ടിലെ നാപ്കിനുകളും എല്ലാം കൊണ്ട് തള്ളുന്നത് നമ്മുടെ ഉത്തരപ്പള്ളി ആറിന്റെ ഈ ഭാഗം കസ്റ്റഡിയിലായതുകൊണ്ടാണ്. ഈ ഭാഗത്ത് താമസിക്കുന്ന ജോസാറിന്റെ കസ്റ്റഡിയിലായതുകൊണ്ടാണ്, അല്ലാതെ അംഗൻവാടി ഉള്ളതുകൊണ്ടൊന്നല്ല. ജോസാർ ഇവിടെ കാര്യമായിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കായലിന്റെ ഒരു പ്രശ്നമേ കാണുന്നുള്ളൂ. ഇത് ഇത്രയെങ്കിലും വൃത്തിയായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതിന്റെ മെയിൻ ഭാഗങ്ങളെല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം തന്നെ എന്നോട് ഒരാൾ വന്നിരുന്ന് ഒരപ്പച്ചൻ കരഞ്ഞോണ്ടാണ് പറയുന്നത്, എനിക്ക് എൻ്റെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വെള്ളം കഴിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോറിനേറ്റ് ചെയ്താലും ഈ വെള്ളം, പണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് കിണർ ക്ലോറിനേറ്റ് ചെയ്യണം, നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇത് ക്ലോറിനേറ്റ് ചെയ്താലും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് പരിസരത്തും ഒക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ പരിതാപകരമാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പോംവഴി കണ്ടില്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകുന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. നല്ല വിഷമത്തോടാണ് ഇത് പറയുന്നത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മത്സ്യസമൃദ്ധമായിരുന്നു, എല്ലാ ജീവികളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നുമില്ല, എല്ലാം ചത്തു. ഇനി മനുഷ്യൻ പോലും ചത്തു തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അപ്പൊ അതിനൊരു മാറ്റത്തിനാണ് ശ്രമിക്കുന്നത്. ഇതുവഴി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ തലമുറ കഴിയുന്നതിന് മുമ്പായിട്ടെങ്കിലും ഇതൊന്ന് സാധിച്ചു കിട്ടാൻ കണ്ടിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുപോലെ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു ആദ്യത്തെ നിയമസഭാ സ്പീക്കർ, പിന്നെ മരണപ്പെട്ടു പോയ നമ്മുടെ തങ്കപ്പക്കുറുപ്പ് സാറ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ KKR ഇവരെല്ലാം ആഗ്രഹിച്ചിരുന്നവരാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇപ്പോഴും നിശബ്ദതയിലാണ്. അവർക്ക് എനിക്കറിയത്തില്ല, അവർക്കൊരു പക്ഷേ ഭയമായിരിക്കാം, അതോ സ്വാർത്ഥതയായിരിക്കുമോ. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് പറഞ്ഞ് കേട്ടത്, വീടിന് ചുറ്റും മതിൽ കെട്ടി ജീവിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ എന്നാണ്. കാരണം അവൻ അത്രയും മാത്രമേ ഉള്ളൂ അവന്റെ കസ്റ്റഡിയിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് മുഴുവൻ നമ്മുടെ കസ്റ്റഡിയിലാണ്. അധികാരമൊന്നും വേണ്ട, നമുക്ക് അധികാരം വേണ്ട. ഈ അധികാരത്തിന്റെ തലക്കനവും നമുക്കില്ല. സാറുമായിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. സമൂഹം നന്നാകണമെന്നുള്ള ഒരു ചിന്താഗതി പ്രവർത്തിക്കുന്ന ഒരാളാണ് സാറ്. അല്ല, അങ്ങനെ ഇപ്പൊ ലച്ചേച്ചി ആണെങ്കിലും അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പല ആൾക്കാരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കിട്ടുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ കൂടെ ഉള്ളത് ഇവിടെ നമ്മുടെ ആല സ്വദേശിയായിട്ടുള്ള തോമസ്, എക്സ് സർവീസാണ്. ഇദ്ദേഹം ഒരു നല്ല രീതിയിൽ മീനെയൊക്കെ പിടിക്കുന്ന ഒരാളും കൂടാണ്. കാരണം അതൊരു ഹോബിയാണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്ത് ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ? അച്ചായ എന്തോ പറയുന്നു, ഈ നമ്മുടെ നാടിൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്ത് പറയുന്നു? ഇപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആലപ്പുഴയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആറ്, അതിൻ്റെ കയ്യിലുള്ള തോടുകൾ, ചെറിയ കൈത്തോടുകൾ, ഇതെല്ലാം ചപ്പ് കയറി നിറഞ്ഞിട്ട് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് വെള്ളം നാറി, അല്ലാതെ ഒരു സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളം പോലും കിണറുകളിലെ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. ധാരാളം രോഗം വരാനും, വെള്ളത്തിൽ ഓക്സിജനും കുറവാണ്, മത്സ്യത്തിന് പോലും ഓക്സിജൻ ഇല്ല. അതിനുള്ള ഭയങ്കര വാടയാണ്. ഈ തോടുകളുടെ സമീപത്തോ ആറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കൈത്തോടുകളുടെ സമീപത്തോ പോകാൻ പോലുമില്ല. അത്രമാത്രം ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് അത് നമുക്ക് വളരെയധികം ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ നീർച്ചാൽ ഒഴുക്ക് വേണ്ട ക്രമീകരിക്കാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. അച്ഛാ, ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വിജയൻ ചേട്ടൻ നമ്മളോട് സംസാരിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള തോടിൻ്റെ ഭാഗമാണ് ഇത് കാണുന്നത്. ഈ ഭാഗത്ത് കണ്ടില്ലേ, രണ്ട് സൈഡിലും
ഇപ്പം അപ്പുറത്ത് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഭാഗത്ത് അവർ ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്, ഇപ്പുറത്ത് സർക്കാർ റോഡിൻ്റെ ഭാഗത്ത് ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. കെട്ടിക്കിടക്കുന്ന വെള്ളം എങ്ങനെയെങ്കിലും ഒഴുകി മാറണം. ഇത്രയെങ്കിലും ഇത് ഈ ഒഴുക്കെങ്കിലും വീണ്ടെടുത്താൽ മതി. ഇത് ഇവിടുന്ന് ഇത് ചെല്ലുന്ന കണ്ണമ്പള്ളി പാടത്തേക്കാണ് അല്ലേ? ഇപ്പം തന്നെ അവിടെ ആ റോഡിന് താഴെ കൂടെ ഒരു കലിങ്കം പോകുന്നുണ്ട്. തന്നെ ഇത്രയും വീതി തന്നെ ആ കലിങ്കിനും ഉള്ളൂ. നമ്മളിപ്പം വലിയ 12 മീറ്റർ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അതൊക്കെ ഏത് റൂട്ടിൽ കൂടാന്ന് വെച്ചാൽ അതുവഴി പൊക്കോട്ടെ. നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് പരിഹാരമാണ് ആവശ്യം. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി മാറണം. അതുതന്നെ കൂടാതെ നമ്മുടെ തോട്ടങ്കര പാലം ബ്രിഡ്ജിന്റെ അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നീളത്തിൽ ചപ്പടിഞ്ഞിട്ട് അത് വർഷങ്ങളായിട്ട് ചപ്പടിഞ്ഞ് കിടക്കുകയാണ്. പല പ്രാവശ്യവും ഇത് റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ മാറ്റി നീരൊക്കെ ശരിയായിട്ടില്ല. അവിടെയും സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിന്റെ പദ്ധതികളുടെ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് ജനമാണ് കാവൽക്കാരെന്ന്. ജനം അത് തിരിച്ചറിയുന്നില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന പ്രദേശങ്ങളിൽ ഇതെന്ന് പറയുന്നത് ഈ റോഡിനടിയിൽ കൂടെയും ഈ ചെറിയ ഒരു തോട് പോകുന്നുണ്ട്. അത് ആ റോഡ് പണിഞ്ഞ സമയത്തും അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അത് നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഷാപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉമ്മാത്തിലേക്ക് പോകുന്ന റോഡാണ്. ഷാപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ MLA ആയിട്ടുണ്ടായിരുന്ന KKRൻ്റെ ആ ഭാഗത്തെ ജംഗ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. പേരെങ്ങനെയായിരുന്നു? ഓമനക്കുട്ടൻ. വീട് എവിടെയായിട്ടാ? അപ്പുറത്ത്. ചേട്ടൻ്റെ പേരെങ്ങനെ? ആ, ഓക്കെ. ഞങ്ങളെ നമ്മുടെ ഉത്തരപ്പള്ളിയാരെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇതിലെങ്കിലും ഒന്ന് ഒഴുക്കി മാറ്റിയിട്ട് ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആല വിപണിയുടെ ആൾക്കാർ. അപ്പം ഞങ്ങൾ ഇവിടെ വരെ പല ആൾക്കാർ, ഈ ഭാഗം വരെ പല ആൾക്കാർ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, അവരുടെ പരിഹാരങ്ങൾ പറഞ്ഞു. ഈ ഭാഗത്തൂടെ ഒഴുക്കുണ്ടായിരുന്നു ഇതിലെ പണ്ട്? ഉണ്ടായിരുന്നു. കണ്ടവന ഇപ്പോഴും ഉണ്ട്. കനാലുണ്ട്. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അല്ലേ? ഇത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ ചെല്ലും? ഇത് ഉദുംകുഴി പാലത്തിൻ്റെ അവിടെ ചെല്ലും അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഉദുംകുഴി പാലത്തിൻ്റെ അവിടെ വരെ എത്ര മീറ്റർ ദൂരം കാണുമായിരിക്കും? 2 കിലോമീറ്റർ ഒന്നുമില്ല. ആ, വരുമല്ലേ? 2 കിലോമീറ്റർ വരും കറങ്ങിപ്പോകുമ്പോൾ അല്ലേ? അപ്പം നമ്മുടെ സ്കൂളിൽ ഇപ്പം നേരെ പിടിക്കാമെങ്കിൽ നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പാടത്തിൽ കൂടെ തന്നെ പോകുമോ? അതായത് ഈ പാടത്തിൽ കൂടെ എടുത്ത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ചെല്ലും. ആക്ച്വലി ഈ പോകുന്ന സൈഡിൽ കൂടെ തന്നെ പണ്ട് ഇവര് പറഞ്ഞതുപോലെ ഇവിടെ ഒരു തോടുണ്ട്. അവിടെ ചെന്നിട്ട് ഇത് ഈ കണ്ണമ്പള്ളി പാടത്തോട്ട് കയറി ഓണമ്പള്ളി കിഴക്കേപ്പുറത്തൂടെ നേരെ അങ്ങ് ഉദുംകുഴി ചെല്ലും. അത് തെളിച്ചെടുത്താൽ മതി. 2 കിലോമീറ്റർ അത് തെളിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ നാടിനുണ്ടാകുന്ന നഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ 2 കിലോമീറ്റർ ഒരു വിഷയവുമില്ല. ഒരു മാക്സിമം എത്ര? ഒരു 2 മീറ്റർ വീതിയിലെടുത്താൽ മതി അല്ലേ? 2 മീറ്റർ വീതി എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് ഈ നാടിൻ്റെ ദുരവസ്ഥ പറയാനായിട്ട് ഇപ്പോഴും തയ്യാറാകുന്നില്ല. കാരണം ചത്തു തീർന്നാലും പ്രശ്നമില്ല. കാരണം അവർക്ക് പേടിയാണ്. അവരാരെയാണ് പേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം അത് ഈ കൂട്ടത്തിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം സ്വന്തം ജീവിതത്തോടോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ജീവിതത്തോടോ അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തോടോ അയൽവക്കാരുടെ ജീവിതത്തോടോ യാതൊരു കൂറോ കടപ്പാടോ ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. തെറ്റാലിക്കൽ പള്ളം ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഈ സമീപവാസിയായിട്ടുള്ള രാജേഷ് നമ്മുടെ കൂടെ ഉണ്ട്. രാജേഷ്, നമ്മൾ ഉത്തരപ്പള്ളിയാർ എന്ന് പറഞ്ഞൊരു പുഴ സ്കൂളിൻ്റെ ഭാഗത്തോടുണ്ടല്ലോ, അതിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇതിലെങ്കിലും ഒഴുക്കി മാറ്റേണ്ട ഒരു ആവശ്യത്തിലേക്ക് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് സർക്കാർ സംവിധാനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇതൊക്കെ വലിയ പാടശേഖരങ്ങളാണ് അല്ലേ? ഈ പാടശേഖരത്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കലുങ്ക് പോലുള്ളൊരു ഭാഗം കാണുന്നു, ഒരു റോഡ് കാണുന്നുണ്ട്. ഇതിനടിയിൽ കൂടെ വെള്ളം ഒഴുകുമോ? മേളിൽ കൂടെ കയറി പോകും. അപ്പം പക്ഷേ എന്നാലും താഴെ കൂടെ വെള്ളം ഒഴുകാനായിട്ടുള്ള സൗകര്യം ഉണ്ട് അല്ലേ? അപ്പം ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പം ബ്ലോക്കാണല്ലേ? അപ്പം ഇത് എല്ലാം പുനരെടുത്തിട്ട് എല്ലാ വർഷങ്ങളും കൃത്യമായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരപ്പള്ളിയാർ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പം നിങ്ങളും ഈ സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി ആശ്വാസമാകും അല്ലേ? ഈ പുഴ മലിനീകരിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒരാളാണ് ജിൻസനും സാജുവിനോടൊപ്പം ഉണ്ട്. സാജുവിൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ആ ദൂരെ കാണുന്നത് നമ്മുടെ ഉദുംകുഴി പാലത്തിൻ്റെ കിഴക്കേ ഭാഗം, റോഡിൻ്റെ ഉദുംകുഴി തോടിൻ്റെ മേൽഭാഗമാണ്. തോട്ടങ്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ സാജു? തോട്ടങ്കരയിൽ നിന്നും വെള്ളം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം
സാജു അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അതായത് സാജുവിന്റെയും വീടിന്റെ കാണുന്ന തോട് ഇത് തോടാണല്ലേ? ഈ നമ്മളിപ്പോ കണ്ട ഈ കലിങ്ക് ഇതൊരു തോടാണ്. ഈ തോട് ക്ലിയർ ആക്കി വിട്ടാൽ ഈ വെള്ളം എല്ലാം ഉദുംകുഴിയിൽ കൃത്യമായിട്ട് പോകും. ഈ തോട് ക്ലിയർ ആക്കി വിട്ടാൽ അങ്ങ് ചെല്ലും. കൃത്യമായിട്ട് പോകും. അപ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാം നിൽക്കാതെ ഒഴുകിപ്പോയി. പിന്നെ പുല്ലൂർ പഞ്ചായത്തിലേക്ക് കയറുവാണ്. പുല്ലൂർ പഞ്ചായത്ത് തടസ്സങ്ങളൊന്നുമില്ല, നമ്മളെല്ലാം കൂടെ പോയി കണ്ടതാണ്. ഇപ്പം നമ്മൾ പ്രതിസന്ധി നേരിടുന്ന ആലാ പഞ്ചായത്തിലാണ്. ഇതങ്ങ് ഒഴുക്കി വിട്ടാൽ മതി. ഒഴുക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുന്നത്, കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ഉദുംകുഴി പാലത്തിൽ നിന്ന് പോകും. ഇപ്പൊ സാജുവിന്റെ ഒക്കെ വീടിന്റെ ഭാഗത്തെയും കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ഒഴുകി ഒരു പരിധി വരെ ഒഴുകി മാറി കിട്ടും അല്ലേ? കാരണം ഒരു മാസമെങ്കിലും താഴോട്ട് ഒഴുക്ക് വരും. പിന്നെ പമ്പയാറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറി ഇറങ്ങുകയും ചെയ്യും. അപ്പം മാക്സിമം 2 കിലോമീറ്റർ മാക്സിമം 2 കിലോമീറ്റർ പുനരെടുക്കാവുന്നുണ്ടെങ്കിൽ ആലാ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പുല്ലൂർ ഓൾറെഡി അത് ഓക്കെയാണ്, അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ആലാ പഞ്ചായത്തും പുല്ലൂർ പഞ്ചായത്തും കൂടെ വിചാരിക്കാമെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. ജിൻസന്റെ അവസ്ഥ എന്ന് പറഞ്ഞേ. പറഞ്ഞോ ജിൻസ. ഈ ഉദുംകുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി മാറ്റുന്ന സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ യാത്രയിലെ ഇതിന്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒരാളായിട്ടുള്ള ജിൻസനുമുണ്ട്. ജിൻസന്റെ ആ ദയനീയ അവസ്ഥ, കുടുംബത്തിന്റെയൊക്കെ ദയനീയ അവസ്ഥ ഒന്ന് വിവരിച്ചേര്. ഞങ്ങളുടെ ദയനീയ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കതവും ജെല്ലും എല്ലാം അടച്ചിട്ടിട്ട് ഞങ്ങൾ പെരയ്ക്കകത്ത് ഇരിക്കും. ഞങ്ങൾക്ക് വെളിയോട്ട് ഇരിക്കാനുള്ള ഇതില്ല. അതുപോലെ വെള്ളത്തിന് വാടയെടുത്തിരിക്കുക. ഞങ്ങളുടെ ചുറ്റുപാടുള്ള വീടുകളിലുള്ളവർക്കെല്ലാം ഈ ചുറിച്ചിലിന്റെ അസുഖം തുടങ്ങി. ഇപ്പം വീട്ടിലെ വെള്ളം തിളപ്പിച്ചു കുടിക്കുക ചെയ്യുന്നത്. അതുപോലുള്ള ദുർഗന്ധമാണ്. അതുകൊണ്ട് അത് കെട്ടിക്കിടക്കും. വെള്ളത്തിന് ഒഴുക്കില്ലല്ലോ. വെള്ളത്തിന് ഒഴുക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ 2 പ്രായമായ അപ്പനും അമ്മയാണ് കിടക്കുന്നത്. അവരൊന്നും വെളിയോട്ട് ഇപ്പൊ അവരൊക്കെ ജിൻസന്റെ ഫാദർ പട്ടാളത്തിലായിരുന്നു. രാജ്യത്തെ സേവിച്ച ആളുടെ ഗതികേടാ ഇന്നത്തെ അല്ലേ? വെളിയോട്ട് ഇറങ്ങാൻ വയ്യ. മൂക്കും പൊത്തി ഇരിക്കേണ്ട അവസ്ഥയാ. ഈ ഉണക്കാവുമ്പോഴത്തേക്ക് വെള്ളത്തിന്റെ വാടയാ. ഉണക്കായാലും മഴയാണേലും ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒരു പൊടിമീൻ പോലും ഇല്ല, അതിനകത്ത് വളരത്തില്ല. അതേ രീതിയിൽ അങ്ങ് പാല് കയറി അല്ല മീൻ വളരാനുള്ള ഇതില്ല. പാപ്പച്ചാന്റെ കിണറ്റിലെ വെള്ളം കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നത്. ഞാൻ അന്ന് ഗൾഫിൽ നിന്ന സമയത്ത് ഞാൻ പാപ്പച്ചാന്റെ വീട്ടിൽ അങ്ങനെ സൗഹൃദ സന്ദർശനത്തിന് വന്നപ്പോൾ പാപ്പച്ചാന്റെ കിണറിന്റെ കരയിൽ അനേകം തൊട്ടിക്കകത്ത് വെള്ളം കോരി വെച്ചിരിക്കുന്നുണ്ട്. പാപ്പച്ചാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പാപ്പച്ചാൻ പറഞ്ഞു ഇതുപോലെ അടിയാനായിട്ട് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് നമ്മളന്ന് നമ്മുടെ കൊച്ചുപള്ളിക്കൂടത്തിൽ വെച്ച് നടന്ന ഒരു ഗ്രാമസഭയെ കൊണ്ടൊരു പരാതി കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് വരെ ആ ഗ്രാമസഭയെ പരാതി കൊടുത്തിട്ട് എനിക്കൊന്ന് 6.5 വർഷം കണ്ടായി. ഇന്ന് വരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ കാലത്ത് നമ്മൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. ഇതിപ്പം അടുത്ത പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും തീരാറായി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ യാതൊരു പരിഹാരവും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാകണം. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം. ഈ നാടിന്റെ ജീവൻ തിരിച്ചെടുക്കണം. പാപ്പച്ചാന്റെ കിണറ്റിലെ വെള്ളം ഇപ്പം കുടിക്കാൻ കൊള്ളത്തില്ല. എന്തിനാ വീടിന്റെ പുറകിൽ ഒരു ടിൻഷീറ്റൊക്കെ വലിച്ച് മേലോട്ട് കെട്ടിയിരിക്കുന്നത്? ടിൻഷീറ്റ് വലിച്ചിട്ട് നാറ്റം, ഒന്നാമത്തെ നാറ്റം. ഈ മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം ആറ്റിലോട്ട് വീഴുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ചേറും അഴുക്കും കൂടെ മനുഷ്യരുടെ കുമിച്ച നാറ്റമാണ്. ആ നാറ്റ കാരണത്താൽ ജനലും എല്ലാം അടച്ചിട്ട് ജനൽ ഏറോൾ വരെ പലക കൊണ്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. എന്നാലും നമുക്ക് ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ചില സമയത്ത് കാറ്റടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സമയത്ത് രാജ്യത്തെ സേവിച്ചിരുന്ന ഒരു മുൻ സൈനികന്റെ ദയനീയ അവസ്ഥയാണ് ഈ കേൾക്കുന്നത്. ഈ നാട്ടിലെ എനിക്ക് പച്ചക്ക് തന്നെ പറയാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ഈ ജനപ്രതിനിധികളും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മതങ്ങളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ മതമാണേലും ജനങ്ങളുടെ പുരോഗതിയാണ്, രാഷ്ട്രീയമാണേലും ജനങ്ങളുടെ പുരോഗതിയാണ്, ജനാധിപത്യമാണേലും ജനങ്ങളുടെ പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ വികാരങ്ങളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിങ്ങളൊക്കെ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഈസിയായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റോഡാണ്, ഒരു തോടാണ്. അത് എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചെടുക്കാനായിട്ട് വേണ്ട നടപടികൾ എല്ലാവരും ചെയ്യണം. ആലാ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച പ്രപ്പോസൽ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. ഞങ്ങളിപ്പം നിൽക്കുന്നത് ഉദുംകുഴി പാലത്തിന് സമീപമാണ് നിൽക്കുന്നത്. പണ്ട് ഇവിടെ മത്സ്യസമൃദ്ധമായിരുന്നു, ആൾക്കാർ ഇവിടെ കുളിക്കുമായിരുന്നു. അതൊക്കെ പണ്ടത്തെ കാലങ്ങളാണ്. ഇന്ന് ഈ ഉദുംകുഴി പാലത്തിൻ്റെ ഭാഗമുള്ള തോട് ശ്രദ്ധിക്കുക. ആ തോട് ഈ ഉദുംകുഴി പാലത്തിനടിയിൽ കൂടെ ഇതുവഴി പുലിയൂർ പഞ്ചായത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ തോടിൻ്റെ വടക്കേ ഭാഗം പുലിയൂർ പഞ്ചായത്താണ്.
അതേപോലെ തന്നെ ഈ തോടിൻ്റെ തെക്കേ ഭാഗം ആലാ പഞ്ചായത്തുമാണ്. ഒരു സമയത്ത് ഇവിടെ ആലാ പഞ്ചായത്തിൽ നിന്ന് ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയായിരുന്നു. പിന്നീട് അതിന് ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. അതേ സമയത്ത് ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ പുലിയൂർ പഞ്ചായത്തിലെ ആ റെയിൽവേയുടെ ക്രോസിന് താഴെയായി റെയിൽവേയുടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിന് താഴെയായിട്ട് നല്ല വെള്ളവും നല്ല ഒഴുക്കും അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഉദുംകുഴി ഭാഗത്തിന് സമീപം താമസിക്കുന്ന ആളാണ് ശശി സാറ്. ഇങ്ങനെ അനേകം ഹതഭാഗ്യര് നല്ല ഓർമ്മകളുമായിട്ട് ഈ തോടിൻ്റെ കരയെ താമസിക്കുന്നുണ്ട്. ഇത് വീണ്ടെടുത്തു കഴിഞ്ഞാലാണ് ഉത്തരപ്പള്ളിയാറ് കെട്ടിക്കിടക്കുന്ന ജലം ഒഴുകി മാറുമെന്ന് ഞങ്ങൾ കുറേ ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. ശശി സാറെ, ആദ്യം തന്നെ ഇതിൻ്റെ നല്ല ഓർമ്മകളൊന്ന് പങ്കുവെച്ചേ. എൻ്റെ ചെറുപ്പത്തിലെ ഈ തോടെന്ന് പറയുന്നത് നല്ല അതിഗംഭീരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നൊരു തോടായിരുന്നു. നല്ല ക്ലിയർ ക്രിസ്റ്റലായിട്ട് കിടന്നൊരു തോടായിരുന്നത്. ഇത് ഈ ഉദുംകുഴി പാലം എന്ന് പറയുന്നത് തന്നെ അന്ന് ഇത്രയും വീതിയൊന്നുമില്ല. എൻ്റെ എനിക്ക് 23 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ചെറു സമയത്ത് ഞങ്ങൾ ഈ പാലത്ത് നിന്ന് എടുത്ത് ചാടി ഇവിടെ കുളിക്കുകയും അതുപോലെ തന്നെ ഈ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാരും പ്രായമുള്ള ആൾക്കാരുമായി വന്ന് അവരിതിനകത്തിൽ മീൻ പിടിക്കുകയും മീൻ പിടിച്ചുകൊണ്ട് പോയി നല്ല ആഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പല വിഭവങ്ങളാക്കി മാറ്റുമായിരുന്ന ആ മീൻ പിടിച്ച് നാട്ടുകാർക്ക് കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൃഷിസ്ഥലത്തെ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് ഈ തോട്ടിൽ കൂടി വള്ളത്തെ ഞാറ് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ പിന്നെ കൃഷി സാധനങ്ങൾ കൊണ്ടുപോകാൻ വള്ളത്തിലാണ് എന്നൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതിനെല്ലാം അനുയോജ്യമായ ഒരു തോടായിരുന്നത്. കുടിക്കാൻ വരെ ഈ വെള്ളം ഉപയോഗിക്കുന്ന ഞങ്ങൾ കുടിക്കാൻ വരെ അതുപോലത്തെ ഒരു തോടായിരുന്നത്. ഇത് ദീർഘവീക്ഷണമില്ലാത്ത നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ കൂട്ടരെ തിരഞ്ഞെടുക്കുവാൻ എങ്കിലും ഇനിയുള്ള തലമുറയെങ്കിലും മുന്നോട്ട് വേണം. ചെറുപ്പക്കാരായിട്ടുള്ള ടീനേജായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കി മുന്നോട്ട് വരണം. പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യാനുണ്ടാകുന്ന ഒരു തയ്യാറെടുപ്പോടുകൂടി വന്നു കഴിഞ്ഞാലേ നമുക്ക് ഈ നാടിനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജീർണിച്ച് ഇവരുടെ ശവം കൊണ്ടിട്ട് കഴിഞ്ഞാൽ പോലും അറിയത്തില്ല. അതുപോലത്തെ ഒരു സ്റ്റേ ആണ് ഇവിടെ. ചീഞ്ഞ് നാറിട്ട് നിൽക്കാൻ വയ്യാത്തൊരു സ്റ്റേ. പല സമയത്തും കാറ്റടിക്കുമ്പോൾ നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അതുപോലത്തെ നാറ്റമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഇപ്പം ഇദ്ദേഹം ഈ സാറ് നമ്മുടെ ജോൺ സാറ് അഡ്വക്കേറ്റ് ജോണ് ഞാൻ അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. പുള്ളി മുൻകൈ എടുക്കുന്നു, മുന്നോട്ട് വരുന്നുണ്ട്, ആൾക്കാരെ യോജിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇത് അങ്ങനെയുള്ള ആൾക്കാരെ ഒരു കണക്കിന് തിരഞ്ഞെടുക്കണം. ഇങ്ങനെയുള്ള അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണം നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ വേണം നമ്മളെ നാട് ഭരിക്കാനും തദ്ദേശ സ്വയംഭരണങ്ങൾ ഭരിക്കാനും മുന്നോട്ട് വരേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കാനും നാട്ടുകാരും എല്ലാ ജനങ്ങളും ഉണ്ടായിരിക്കണം. അതിന് ഉപരിയായിട്ട് ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങളെ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശശി സാറേ, അതേപോലെ തന്നെ ശശി സാറിനൊരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ആലാവിനയുടെ വകയായിട്ട് നമ്മൾ പാലത്തിൻ്റെ വടക്കേ സൈഡായിട്ട് റോഡ് സൈഡിൽ നടാനായിട്ട് കുറച്ച് വൃക്ഷത്തൈകളൊക്കെ ശശി സാറിനെ ഏൽപ്പിച്ചിരുന്നു. ശശി സാറ് അത് നടുകയും അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായിട്ടുള്ള ഇക്കാലഘട്ടത്തിൽ സാറ് അനേകം മുരിങ്ങ, അതേപോലെ തന്നെ പേര, അതേപോലെ കൊക്കോയെ, ഞാവല്, റംബുട്ടാനെല്ലാം അവിടെ വളർന്നു വരുന്നുണ്ട്. എന്തായാലും ശശി സാറിൻ്റെ ആ നല്ല പ്രവൃത്തിക്ക്, നല്ല മനസ്സിന് സന്തോഷ സൂചകരമായിട്ട് ഇന്ന് ഞങ്ങൾ ഒരു ഞാവലിൻ്റെ ഒരു തൈ കൂടെ കൊടുത്തിട്ടുണ്ട്. സാർ അത് നട്ട് നല്ല രീതിയിൽ തന്നെ വളർത്തുമെന്നുള്ള ഉറപ്പാണ്. ശശി സാറെ, ദീർഘവീക്ഷണമില്ലായ്മയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. സർക്കാരിൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഈ 5 തല ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നാടിൻ്റെ ഓരോ മുക്കുമൂലയും അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അല്ലാതെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവരുടെ കേമത്തരം കാണിക്കാനല്ല. നോക്കിയേ, ഒരു പാലത്തെ നിൽക്കുന്ന ഒരു ആല് കണ്ടില്ലേ? ഉത്തരവാദിത്തം ഇതുമായിട്ട് കാരണം ഇത് ഒരു കാര്യം ചെയ്യാം. എന്തായാലും അധികം വൈകാതെ ആലാവണി പ്രവർത്തകർ വന്നിട്ട് സാറിൻ്റെയും കൂടെ സഹായത്തോടുകൂടി ഇത് വെട്ടി നമുക്ക് നീക്കം ചെയ്യാം. എന്നിട്ട് മണ്ണെണ്ണയോ വല്ലതും ഒഴിക്കാം. അതേ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ നശിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ നികുതിപ്പണം നശിപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സോളാർ ലാമ്പാണ്. ഇപ്പോൾ അതിൻ്റെ ബാറ്ററി ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മിക്കവാറും ബാറ്ററി കാണാൻ സാധ്യതയില്ല.
ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കഴിഞ്ഞു. അവർ വലിയൊരു ഉദ്ഘാടനമൊക്കെ നടത്തും, അവരുടെ പോസ്റ്ററൊക്കെ മേടിക്കും, പോസ്റ്ററൊക്കെ അടിച്ചു വെക്കും, എന്നിട്ട് കമ്മീഷൻ മേടിക്കേണ്ടവരൊക്കെ കമ്മീഷൻ മേടിക്കും. ഈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ നഗ്നമായ സത്യങ്ങളാണ്, ഇതൊന്നും ആർക്കും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. അതേപോലെ തന്നെ എനിക്കൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ആലാവിണി പ്രവർത്തകരൊക്കെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഇടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്. എല്ലാം തികഞ്ഞവരാരുമില്ല. നിങ്ങൾ ഞങ്ങൾക്കും ക്ലാസ് തരുക. ഇപ്പം ഞങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ ഞങ്ങളും തയ്യാറാണ്, ആലാവിണി പ്രവർത്തകരും തയ്യാറാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യൂനതകളൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ടും തയ്യാറാകണം. കോംപ്ലക്സുകളൊക്കെ ഒന്ന് മാറ്റി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇലക്ഷന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഒന്ന് തയ്യാറാകണം. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം തിരഞ്ഞെടുപ്പ് വരുന്നു, അന്നേരം ജാതിയും മതവും രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യാതെ ഈ സാറ് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാഴ്ചയോടെ കാണുന്നുണ്ട്. ആ കാഴ്ചയെന്ന് പറയുന്നത് ഈ തോടിൻ്റെ കരയിൽ കളനാശിനി അടിച്ചായിട്ട് കാണുന്നുണ്ട്. ഇത് അടിക്കുന്നത് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിലെ വെള്ളത്തിലേക്കാണ് ചെല്ലുന്നത്. ഇതിൻ്റെ സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് നല്ല സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ പഠന റിപ്പോർട്ടുകൾ പലതും കബളിപ്പിക്കലാണ്, തട്ടിപ്പാണ്. അതുകൊണ്ട് എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന റൂട്ടെന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ പുതിയ പ്രപ്പോസൽ എന്ന് പറയുന്നത്.